പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു മാസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുദിനവും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാനാൻകാരിയുടെ വലിയ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ പുതിയ മാസത്തിൽ വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച വേരൂന്നുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തൻ്റെ മകളിലുള്ള പിശാചബാധയെ ബഹിഷ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീയോട് കർത്താവ് അല്പം കഠിനമായി തന്നെ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്മല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, ശരിയാണെങ്കിലും മേശയ്ക്ക് കീഴെ നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. ഈ വാക്കുമൂലം കർത്താവളോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകളിൽ നിന്ന് പിശാച് വിട്ടുപോയിരിക്കും. കാരുണ്യവാനായ കർത്താവെ, വിശ്വാസത്തിൽ അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാതിരുന്ന ഒരു സ്ത്രീയാണ് കാനാൻകാരി. വിജാതി ആ സ്ത്രീക്ക് ഇത്രത്തോളം നിന്നോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എവിടെയാണെന്ന് ഞങ്ങളിന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കും. ഇതാ കർത്താവെ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞൊരു മാസം നീ തന്ന എല്ലാ കൃപകളെയും പുതിയൊരു മാസം കാണാൻ തന്ന ഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കും. കാരുണ്യവാനായ കർത്താവെ, കാനാൻകാരിയെപ്പോലെ സമ്പൂർണമായും അങ്ങയുടെ മുമ്പിൽ അടിയറവ് പറയുവാൻ തക്കവിധമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണം. വിശുദ്ധ അൽഫോൻസ് ഗ്രിഗോറിയുടെ തിരുനാളാഘോഷം മെത്രാനും വേദപരങ്കഥനും അതോടൊപ്പം റിഡംബ്രിഡ്ജ് സഭയുടെ സ്ഥാപകനുമായ അൽഫോൻസ് ഗ്രിഗോരി തൻ്റെ ജീവിതം എത്രമാത്രം പരിശുദ്ധ കന്യാമറിയത്തോടും ദിവ്യകാരുണ്യത്തിലും വളർന്നു വന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അദ്ദേഹം 101 പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് അങ്ങ് കൃപ നൽകി അനുഗ്രഹിച്ചു. മരിയൻ മഹത്വങ്ങൾ, ദിവ്യകാരുണ്യ അനുദിന ആരാധനയും ഒക്കെ പ്രചോദനം അങ്ങിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ പ്രാർത്ഥിപ്പിക്കുവാനായി പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ. ഒരു മനുഷ്യൻ അൽഫോൻസ് ഗ്രിഗോറിയുടെ പ്രസംഗങ്ങളെ ശ്രവിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പ്രസംഗങ്ങൾ എത്രയോ കേൾക്കുവാൻ ഇമ്പമുള്ളതാണ്. അങ്ങ് തന്നെ വിസ്മരിച്ച യേശുക്രിസ്തുവിനെ അങ്ങ് പ്രസംഗിക്കുന്നുവെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അൽഫോൻസ് ഗ്രിഗോറി പറഞ്ഞത് ഇപ്രകാരമാണ്: പഴം വേണ്ടവർ വൃക്ഷത്തിൻ്റെ അടുക്കൽ പോകുന്നു, ഈശോയെ വേണ്ടവർ മറിയത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു, മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണും. പരിശുദ്ധ അമ്മ രക്ഷകനിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായി ഞങ്ങളോട് ആവശ്യമാണ്. അമ്മേ മാതാവേ, ഈ മാസം മുഴുവനും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ മാസത്തിൽ കൂടുതൽ സ്വർഗത്തോടടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഈ മാസം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഈ മാസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.